ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ SLC എക്സാമിനേഷന്റെ ഇംഗ്ലീഷ് ആണ് നടക്കുന്ന പബ്ലിക് എക്സാം ആണ്. അപ്പോൾ ഈ എക്സാം എല്ലാവർക്കും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അതുപോലെ തന്നെ ഈ പരീക്ഷയുടെ ഒരു മോഡൽ ഞാനൊന്ന് പറയുകയാണ്. ഏത് ബുദ്ധിമുട്ടുള്ള ആൾക്കും ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ പാസ്സാവാനും നന്നായിട്ട് പഠിക്കുന്നവർക്ക് നല്ല മാർക്ക് നേടാനും ആവശ്യമുള്ള കുറച്ച് ടിപ്സുകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് SLC എക്സാമിനേഷൻ ഒരു പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ഈ ഒരു മോഡൽ തന്നെയായിരിക്കും നമ്മുടെ ചോദ്യം റിപ്പീറ്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം 1 തൊട്ട് 5 വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്ന് പറയുന്നത് ആദ്യം തന്നെ നമുക്കൊരു ഒരു പാരഗ്രാഫ് നമുക്ക് തരും. റീഡ് ദ എക്സെപ്റ്റ് ഫ്രം ദ സ്നേക്ക് ആൻഡ് ദ മിറർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഇതാണ് ആ വർഷം ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്നിട്ടുള്ള പാരഗ്രാഫ്സ് ആയിരിക്കും ഇവിടെ തന്നിട്ടുണ്ടാവാം. ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള 5 ചോദ്യങ്ങളായിരിക്കും നമ്മളോട് ചോദിക്കുക. ഈ 5 ചോദ്യങ്ങൾ ശരിയാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് 5 മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളെ പാഠഭാഗം പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി പഠിക്കാത്തവരാണെങ്കിൽ കൃത്യമായിട്ട് ഈ പാരഗ്രാഫ് 2 or 3 പ്രാവശ്യം വായിക്കുക. പാരഗ്രാഫ് വായിക്കുന്നതിന് മുമ്പ് ചോദ്യങ്ങൾ ആദ്യം ഒന്ന് വായിച്ചു നോക്കുക. ചോദ്യങ്ങൾ വായിച്ചു നോക്കിയിട്ട് ചോദ്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇത് വായിച്ചാൽ നമുക്ക് ആൻസർ കണ്ടെത്താം. ഇനി അതുമല്ല, വാക്കുകളുടെ അർത്ഥം അറിയാത്ത ആൾക്കാരാണെങ്കിൽ ചോദ്യങ്ങൾ വായിച്ചിട്ട് ഈ വാക്കുകൾ, ചോദ്യങ്ങളുടെ വാക്കുകൾ വരുന്ന പാരഗ്രാഫ് എവിടെയാണെങ്കിൽ അത് പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ സെന്റൻസ് തന്നെ നിങ്ങൾ എഴുതി വെക്കുക. അത് ഒരു നിവൃത്തിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയായാലും നമുക്ക് അവിടെ ഒരു 5 മാർക്കിൽ 5 അല്ലെങ്കിൽ 3 മാർക്ക് വരെ ബുദ്ധിമുട്ടുള്ളവർക്ക് പോലും കിട്ടാവുന്നതാണ്. അടുത്ത 6 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു നമ്മുടെ പഠിച്ചിട്ടുള്ള പാഠഭാഗത്തിലെ പോയത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ചോദ്യങ്ങൾ വരിക. ഈ പോയം വായിച്ചിട്ട് അതിന്റെ ആൻസർ എഴുതണം. അപ്പൊ പോയത്തിൽ നിന്ന് മാത്രം നമുക്ക് ആൻസർ കിട്ടില്ല, പോയത്തിന്റെ സമ്മറി അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ ഈ 2-3 പ്രാവശ്യം പോയം വായിക്കുക, അതിന് മുമ്പ് ക്വസ്റ്റ്യൻസ് വായിക്കുക, അങ്ങനെ ആൻസർ ചെയ്യുക. ഓക്കെ, റൈറ്റ്. ഇനി അടുത്തത് അത് 4 മാർക്കാണ് വരുന്നത്. 5, 4, 9 എത്ര ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കായാലും അവിടെ നമുക്കൊരു 6 മാർക്കെങ്കിലും ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത എന്ന് പറയുന്നത് വീണ്ടും നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് 5 മാർക്കിന്റെ ചോദ്യമാണ്. റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം ദ ബallad of Father Gilligan and prepare a note of appreciation focusing on the theme, images and other poetic devices. ഇതുപോലൊരു ചോദ്യം കൃത്യമായിട്ട് വന്നിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വിട്ട വീഡിയോയിൽ നമ്മൾ പോയട്രി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഇതുപോലെയുള്ള ആശയത്തിനെ കുറിച്ച്, പോയട്രിക് ഡിവൈസിനെ കുറിച്ചുള്ള ഒരു ചോദ്യം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. അത് നന്നായിട്ട് പഠിക്കുക. ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പോയത്തിൽ നിന്ന് നിങ്ങൾക്ക് 5 മാർക്കിന് ഇതിന്റെ ഈ പോയത്തിന്റെ ഒരു ആശയവും അതുപോലെ തന്നെ ഇതിന്റെ പോയട്രിക് ഡിവൈസിനെ കുറിച്ചും ഒരു ചോദ്യം എന്തായാലും ചോദിക്കും. അപ്പൊ ഒരു പോയത്തിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ കുറച്ച് സെന്റൻസുകൾ നമുക്ക് കോമൺ ആയിട്ട് ഇതിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഇത് 2 പാരഗ്രാഫ് ആയിട്ട് എഴുതണം. ആദ്യത്തെ പാരഗ്രാഫിലെ പോയത്തിന്റെ മെസ്സേജിനെ കുറിച്ച്, പോയം എഴുതിയത് ആരാണ്, ഏത് ഭാഗം, ഏത് പോയത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ പോയം ഏതാണെന്നുള്ളതും കൂടി മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ അതിന്റെ ആശയവും. 2ാമത്തെ പാരഗ്രാഫിൽ അതിന്റെ പോയട്രിക് ഡിവൈസ് ആയിട്ടുള്ള നമ്മൾ പേഴ്സോണിഫിക്കേഷൻ, അലിട്രേഷൻ, അങ്ങനെയുള്ള അസോണൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് വേണം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്. 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇനി അടുത്ത പാസേജ് എന്ന് പറയുന്നത് ജനറൽ ക്വസ്റ്റൻ ആണ്. 5 മാർക്കിന്റെയാണ്. ഒരു പാസേജ് തരും, നമുക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. അവിടെയും നമ്മൾ ഈ പറയുന്ന ടെക്നിക്ക് തന്നെ അനുവർത്തിക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ 5 ചോദ്യങ്ങൾ കൃത്യമായിട്ട് ആദ്യം വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം പാസേജ് വായിക്കുക. 2 or 3 പ്രാവശ്യം വായിക്കുക. നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ 3 or 4 പ്രാവശ്യം വരെ വായിക്കാം. അതിനനുസരിച്ച് ആൻസർ ചെയ്യുക. ഇനി വാക്കുകളുടെ അർത്ഥം അറിയില്ലെങ്കിൽ ചോദ്യങ്ങളുള്ള അതേ വാക്കുകൾ വരുന്ന ഭാഗം പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തിട്ട് ആ സെന്റൻസുകൾ എടുത്ത് എഴുതുകയും ചെയ്യുക. അത് ഒരു നിവൃത്തിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി 16ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ഇൻ അബൌട്ട് 120 വേർഡ്സ്. 120 വാക്കുകൾ ഏതെങ്കിലും ഒരു ഇതിനെ കുറിച്ചൊരു ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. 7 മാർക്കാണ് ആ ചോദ്യത്തിന്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന റിവ്യൂ എഴുതാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ജാക്ക് ആൻഡ്, അതായത് ഐ നെവർ ഓൺഡ് എ പെനി ഇൻ മൈ ലൈഫ്, ക്യാഷ് ഡൗൺ, ദാറ്റ്സ് മൈ മോട്ടോ and I want you to do the same. There are the words of Aunt Jane from the play The Never Neverness. She was disappointed with Jack's and Jill's way of life. Their expenditure was beyond their earnings. In the light of your readings of the play, prepare a review. ഇപ്പോൾ റിവ്യൂ ആണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം ഇതിന് ഹിന്റുകളും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ പാഠത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ പാഠം മനസ്സിലാക്കിയിട്ടുള്ള കുട്ടിക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. പക്ഷേ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്കും കുറച്ച് എഴുതുക. ഇല്ലെങ്കിൽ നിങ്ങൾ റിവ്യൂ നന്നായിട്ട് തന്നെ പഠിക്കുക. ഒന്നും പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്, ഹിൻസ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ അതിന്റെ റിവ്യൂ എഴുതി വെക്കുക. 7 മാർക്കാണ് വരുന്നത്. അപ്പോൾ 7 മാർക്കിന് നമുക്ക് മിനിമം 14 സെന്റൻസുകളെങ്കിലും നമുക്ക് വേണം. അപ്പോൾ ഒരു സെന്റൻസിന് 1/2 മാർക്ക് എന്നുള്ള രീതിയിൽ, ഒരു പോയിന്റ് 1/2 മാർക്ക് എന്നുള്ള രീതിയിൽ അത് പാരഗ്രാഫ് തിരിച്ച് 2 or 3 പാരഗ്രാഫായിട്ട് എഴുതാം. ഓക്കെ, ഇതിലെ 3 നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ 2 ഏതെങ്കിലും ഒരെണ്ണം ചെയ്യണം. 120 വേർഡ്സ് ആണ് നമുക്കിവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ പാഠഭാഗം പഠിക്കുക. അടുത്ത 18 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻ
ആൻസർ എനി ടു ഓഫ് ദ ഫോളോയിങ് ഈച്ച് ക്യാരീസ് 5 മാർക്ക്. ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. അവിടെ എന്തായാലും ഒരു നോട്ടീസ് വരും, ഡയറി വരും, അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് പാരഗ്രാഫ് ഓൺ ദ സഫറിങ്സ് ഓഫ് ദ ബോയ് അലാക്കിൻ. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ 3 ചോദ്യത്തിൽ നിന്ന് 2 എണ്ണം എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് നോട്ടീസിന്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഡയറിയുടെ ഫോർമാറ്റ്. അപ്പോൾ ഫോർമാറ്റ് ഉള്ള അതുപോലുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുക, അത് കൃത്യമായിട്ട് എഴുതാതെ. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് 5 മാർക്ക് വീതം 10 മാർക്ക് 2 എണ്ണത്തിനുണ്ട്. അത് ഈസി ആയിട്ട് എല്ലാവർക്കും ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി ആൻസർ എനി 3 ഓഫ് ദ ഫോളോയിങ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 6 മാർക്സ്. ഇതില് നമുക്ക് 3 എണ്ണമാണ് ആൻസർ ചെയ്യേണ്ടത്. ഓരോന്നിനും 6 മാർക്കാണ്. അതിൽ ആദ്യത്തെയാണ് പ്രിപ്പയർ എ ലൈക്ലി ലെറ്റർ. ലെറ്ററിന്റെ ഫോർമാറ്റ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസിയാണ് ലൈക്ലി ലെറ്ററിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് എഴുതുക. അപ്പൊ നിങ്ങൾ പ്രത്യേകം ഓർക്കുക, ഫോർമാറ്റ് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ സല്യൂട്ടേഷൻ, അതുപോലെ തന്നെ ഫസ്റ്റ് പാരഗ്രാഫ് അന്വേഷണങ്ങളും, ഹോപ്പിംഗ് ദാറ്റ് യു ആർ ഫൈൻ, ഐ ആം ഹാപ്പി ടു നോ അബൌട്ട് യു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സെക്കൻഡ് പാരഗ്രാഫിൽ മെയിൻ ആയിട്ടുള്ള അതിന്റെ എന്താണ് നമ്മൾ ലെറ്റർ എഴുതാൻ അതിനെ കുറിച്ച് എഴുതുക. തേർഡ് പാരഗ്രാഫിൽ അതിന്റെ അവസാന ഭാഗം എന്താണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മുടെ അന്വേഷണങ്ങളൊക്കെ കൺവേ ചെയ്യുക. യുവേഴ്സ് ലവിംഗ്ലി, സിഗ്നേച്ചർ, ഇപ്പോൾ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇടാൻ നിങ്ങൾക്ക് അറിയുന്നതാണെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇതിൽ ചോദിച്ചിരിക്കുന്നത്, ഈ ചോദ്യത്തിൽ സ്പീച്ചിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സ്പീച്ച് എഴുതാനാണ്. അപ്പൊ നിങ്ങളോട് ഞാൻ പറയുക ലെറ്ററും അതുപോലെ തന്നെ 3 എണ്ണത്തിൽ പിന്നെ വന്നിരിക്കുന്നത് ഒരു ഇന്റർവ്യൂ ചെയ്യാനാണ്, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ലെറ്റർ എന്തായാലും നിങ്ങൾ എഴുതുക. കാരണം അതൊരു ഫോർമാറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റും. ആ ഫോർമാറ്റ് കീപ്പ് ചെയ്യുക. അതിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചോദ്യത്തിനനുസരിച്ച് ഉത്തരം വലിയ കാര്യമായിട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിൽ പോലും ലെറ്ററിന്റെ ഫോർമാറ്റ് കീപ്പ് ചെയ്താൽ പകുതി മാർക്കിൽ നിങ്ങൾ കിട്ടുന്നതാണ്. ഇനി അവിടെ സ്പീച്ച് എഴുതാൻ പറയുന്നുണ്ട്. സ്പീച്ച് എഴുതുമ്പോൾ നമുക്ക് നല്ല വൊക്കാബുലറി വേണം. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്പീച്ച് കൃത്യമായിട്ട് എഴുതാം. ഇല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ പ്രിഫർ ചെയ്യുക ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. 6 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് ഈസി ആയിട്ട് നമുക്ക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച്. അത് എന്തായാലും ഒരു ക്യാരക്ടർ സ്കെച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള പാഠഭാഗങ്ങളിലെ ക്യാരക്ടേഴ്സിനെ ബേസിട്ട് എന്തായാലും ചോദിക്കും. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഉള്ളതാണ് പ്രൊഫൈൽ. വളരെ ഈസിയാണ്, ഈസി ആയിട്ട് 5 മാർക്ക് വാങ്ങിക്കാവുന്നതാണ്. പ്രിപ്പയർ എ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് 3 എണ്ണം എഴുതിയാൽ മതി. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യുക പ്രൊഫൈലും ലെറ്ററും ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണോ ക്യാരക്ടർ സ്കെച്ച് എഴുതാനായിരിക്കും. അതിൽ ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതാം, ഇല്ലെങ്കിൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എഴുതാം. അപ്പോൾ പ്രൊഫൈൽ എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ഈസി ആയിട്ട് എഴുതാം, സെന്റൻസുകൾ ഈസി ആയിട്ട് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ പറയുന്ന ലെറ്റർ പ്രൊഫൈലിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്താൽ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അതിന് കൂടി വീഡിയോ ഇടാവുന്നതാണ്. ഇനി അടുത്തത് 26 തൊട്ട് 30 വരെ ജനറൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു ടേബിൾ ആണ് തരിക. ആ ടേബിളിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ്. അത് വളരെ എളുപ്പമാണ്, ആർക്കും ആൻസർ ചെയ്യാവുന്നതാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നെ വരുന്നത് 2 മാർക്കിന്റെ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. റിപ്പോർട്ട് ദ ഫോളോയിങ് ഡയലോഗ്. അപ്പൊ ഇത് പല പ്രാവശ്യങ്ങളിലും ഇതെന്തായാലും 2 മാർക്ക് ചോദിക്കും. പാഠഭാഗത്ത് നിന്നാലും ചോദിക്കും. നമ്മുടെ വീഡിയോസ് തന്നെ 2-3 എണ്ണം ഞാൻ സാമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ലിങ്ക്സ് ഒന്നും കൂടി നിങ്ങൾക്ക് ഇട്ട് തരാം. അത് കൃത്യമായിട്ട് പഠിക്കുക. റിപ്പോർട്ട് സ്പീച്ച് എങ്ങനെയാണ് എഴുതാന്നുള്ള എൻ്റെ വീഡിയോയുടെ ലിങ്ക് നമുക്ക് ഇതിൽ കൊടുക്കുന്നുണ്ട്. അതും കൂടി ചെയ്യാം. അടുത്തത് കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് യൂസിംഗ് ദ അപ്രോപ്രിയേറ്റ് ഫോംസ് ഓഫ് ദ ഫ്രേസ് ഫ്രം ദ വൺസ് ഗിവൻ ബിലോ. ഇതിന്റെയും 2-3-4 കൊല്ലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഉപയോഗിക്കേണ്ടത് എ ആൻഡ് ദ എന്നുള്ള ആർട്ടിക്കിൾസ് ഉപയോഗിക്കേണ്ടി വരും, പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കേണ്ടി വരും, ഒക്കെ വരും. ഓക്കെ, റൈറ്റ്. ഓക്കെ, അടുത്തത് നമ്മുടെ വരുന്ന ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ഫ്രേസൽ വെർബ്സ് ഉപയോഗിച്ചിട്ടാണ്. അതിന്റെയും 2-3 ക്വസ്റ്റ്യൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈസി ആയിട്ട് പെട്ടെന്ന് ഓടിച്ച് പറയാം. മേക്കപ്പ്, പുട്ട് അപ്പ് വിത്ത്, ടേൺ അപ്പ്, പുട്ട് ഓൺ, ഗിവ് അപ്പ്, ഗിവ് ഓൺ, സെറ്റ് അപ്പ്, പുട്ട് അപ്പ് വിത്ത്, പുട്ട് അക്രോസ്, കം അറ്റ്, ഇങ്ങനെയുള്ള ഫ്രേസുകളൊക്കെ ഒരു 10-20 ഫ്രേസ് പഠിച്ചാൽ 4 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അതിന്റെയും ഒരു വീഡിയോ നമ്മുടെ ലിങ്ക്സിലുണ്ട്. അതിന്റെ മീനിങ്സ് ഞാൻ ഇടുന്നതാണ്. അപ്പൊ അടുത്തത് 4 മാർക്കിന്റെ ചോദ്യമാണ്. അത് എഡിറ്റ് ദ പാസേജ് ആണ്. ഈ പാസേജ് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുക. അപ്പൊ പാസേജ് കൃത്യമായിട്ട് വായിക്കുക. ബുക്ക് വായിച്ചിട്ടുള്ള ആളാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അല്ലാത്ത വ്യക്തികൾക്കാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഒന്നില്ലെങ്കിൽ ടെൻസിന്റെ വ്യത്യാസമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ചിലപ്പോൾ ചിലടത്ത് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കേണ്ടി വരും, ചിലടത്ത് പ്രസന്റ് ടെൻസ് ഉപയോഗിക്കേണ്ടി വരും, ചിലപ്പോൾ എ ആൻ ഉപയോഗിക്കേണ്ടി വരും. ചിലപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ എസ് ഓർ എസ് ചേർക്കണം എന്നുള്ള ബേസിക് ഗ്രാമർ റൂൾ ഉപയോഗിക്കേണ്ടി വരും. പ്രപ്പോസിഷൻസ് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിന്റെയും ഒരു സാമ്പിൾ നമ്മുടെ വീഡിയോയിലുണ്ട്. അത് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്ത് അയക്കുന്നതാണ്. ഇനി അടുത്തത് കോൺവെർസേഷൻ ആണ്. ഇതിന്റെയും ഒരു സാമ്പിൾ എങ്ങനെ കോൺവെർസേഷൻ എഴുതണം എന്നുള്ളത് നമ്മൾ തന്നിട്ടുണ്ട്. അവിടെ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ ടാക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഇത് ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ കാര്യം പ്രപ്പോസിഷൻസും ഇതൊക്കെ വെച്ച് എഴുതുന്നത്. അപ്പൊ എ ആൻ ഉപയോഗിക്കുന്നത് വവൽസിന്റെ ഫ്രണ്ടിലാണ്. ദ എന്നുള്ള ആർട്ടിക്കിൾസ് സ്പെസിഫിക് ഫോമിൽ ഉപയോഗിക്കാം. പ്രപ്പോസിഷൻസ് നമുക്ക് ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിന്റെയും വീഡിയോ നിങ്ങൾ കാണുക. അതിന്റെ ലിങ്ക് ഇടാം.
അപ്പൊ അവസാനത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 2 മാർക്കാണ്. നൗൺ ഫ്രേസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ നൗൺ ഫ്രേസ് നമുക്ക് ഇവിടെ എഴുതാവുന്നതാണ്. കൃത്യമായിട്ട് 2 മാർക്കാണ്. അപ്പൊ ഏതൊരാൾക്കും ഈസി ആയിട്ട് പാസ്സാവാനും നന്നായിട്ട് പഠിക്കുന്നവർക്ക് ഒരു 95% അധികം മാർക്ക് വാങ്ങിക്കാനും പറ്റുന്ന ഒരു ഇതാണ് നമ്മുടെ ഈ ഇംഗ്ലീഷ് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ തന്നെ റെഫർ ചെയ്തതനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ചാൽ ആർക്കും പാസ്സാവാം, ആർക്കും നല്ല മാർക്കും നേടാം. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് റൈൻസ് തോമസ് സൈനിങ് ഔട്ട്.